എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ കാശ്മീരി സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഗുൽമർഗിലേക്കുള്ള യാത്രയുടെ കാഴ്ചകളാണ്. നേരെ വീഡിയോയിലേക്ക് പോകാം. ഞങ്ങൾ താമസിച്ചിരുന്ന റൂമിൽ നിന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് രാവിലെ ഒരു ട്രാവലർ അവിടെ നിന്ന് കിട്ടി. ഗുൽമർഗിലേക്കുള്ള ഒരു ടീമിൻ്റെ ട്രാവലർ. കാരണം ആ ഒരു ടീമിൽ നമുക്കൊരു 4 പേർക്കുള്ള വേക്കൻസി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് റേറ്റ് ഇല്ലാണ്ട് തന്നെ ഞങ്ങൾക്ക് ആ ഒരു ട്രാവലറിൽ കയറി തന്മർഗ് വരെ എത്താൻ പറ്റി. അതായത് ഈ വലിയ വണ്ടികളെല്ലാം തന്നെ തന്മർഗ് വരെ പോകുള്ളൂ. പിന്നീട് തന്മർഗ് മുതൽ ഗുൽമർഗിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഐസിലൂടെ ആയിരിക്കും യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എല്ലാം പ്രത്യേക വണ്ടികളായിരിക്കും. ചെറിയ സുമോ പോലത്തെ വണ്ടികളായിരിക്കും, 4 വീലർ വണ്ടികളായിരിക്കും. ഈ വണ്ടികളിലെല്ലാം തന്നെ ടയറിൽ ചെയിനും കാര്യങ്ങളും ഒക്കെ ചുറ്റിയിട്ടുള്ള അത്യാവശ്യം നല്ല റിസ്കി ആയിട്ടുള്ള ഒരു ട്രാവലിംഗ് ആയിരിക്കും. ഞങ്ങൾ പോയ സമയത്ത് റോഡ് അത്ര ഫ്രീസ് അല്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്നോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ നവംബർ ഡിസംബർ ടൈമിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ വണ്ടി ഒട്ടും ട്രാവൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചെയിനൊക്കെ ബ്ലോക്കൊക്കെ ഇട്ടിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. കാരണം അത്ര റിസ്കി ആയിട്ടുള്ള ട്രാവലിംഗ് ആണ് ഗുൽമർഗിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ ബ്രേക്ക് ഡൗൺ ആയി നിൽക്കുന്ന വണ്ടി പോലും സ്ലിപ്പായി പോകുന്ന സിറ്റുവേഷൻ പല വീഡിയോകളും ഈ കഴിഞ്ഞിടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നല്ല ഒരു ക്ലൈമറ്റാണ്. അപ്പോൾ പോകുന്നവരെല്ലാം സൂക്ഷിച്ചും കാര്യങ്ങളൊക്കെ പോകുക. സെൽഫ് ഡ്രൈവ് ചെയ്യുന്നവരൊക്കെ സൂക്ഷിച്ചൊക്കെ ഡ്രൈവ് ചെയ്യുക. കാശ്മീരിൽ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഏറ്റവും അടിപൊളി സ്ഥലം തന്നെയാണ് ഗുൽമർഗ്. അപ്പോൾ നമ്മളിന്ന് അങ്ങോട്ടുള്ള യാത്രയാണ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോകാം. 21 പേരടങ്ങുന്ന ഞങ്ങളുടെ ഈ ഒരു ട്രാവലറിലെ കംപ്ലീറ്റ് പേരും മലയാളികൾ തന്നെയാണ്. എല്ലാവരും മലബാർ സൈഡ്, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ഈ ഒരു ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള എല്ലാ പിള്ളേർ സെറ്റ് മാത്രം. എല്ലാവരായിട്ടും നല്ല കമ്പനിയായി, കുറേ പുതിയ ഫ്രണ്ട്സിനൊക്കെ കിട്ടി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോസൊക്കെ പരസ്പരം ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ യാത്ര ഏതായാലും ഒരു മനോഹരമായിട്ടുള്ള യാത്ര തന്നെ, മറക്കാനാവാത്ത യാത്ര തന്നെയായിരുന്നു. പുറത്താണെങ്കിൽ ഏതാണ്ട് 6 ഡിഗ്രിയോളം തണുപ്പുണ്ട്. നമ്മൾ ഗ്ലാസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അകത്തേക്ക് തണുപ്പ് തുളഞ്ഞ് കയറുന്നൊരു ഫീലാണ് കേട്ടോ. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിലുള്ള ജാക്കറ്റും കാര്യങ്ങളും എല്ലാം തന്നെ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഓരോ യാത്രയിലും പറയാൻ ഓരോരോ കഥകളുണ്ടാവും. ഈ യാത്രയിൽ ഞങ്ങളുടെ കഥയേക്കാൾ ബൂസ്റ്റ് ചെയ്ത് പറയാൻ പോകുന്നത് നമ്മുടെ കൂടെ വന്ന കുറച്ച് ഫ്രണ്ട്സിൻ്റെ കഥയാണ്. അവരെങ്ങനെ വന്നെന്നറിയാമോ? ഞങ്ങളാണെങ്കിൽ വെൽ പ്ലാൻ ചെയ്തിട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ്, ഫുഡ് ഓർഡറിങ്, അങ്ങനെ ഭയങ്കര പ്ലാനിങ് ഒക്കെ ചെയ്ത് സ്ലീപ്പറിൽ ടിക്കറ്റൊക്കെ എടുത്തിട്ടൊക്കെയാണ് ഞങ്ങൾ പോകുന്നത്. കാര്യം ഇതിനു മുമ്പ് ട്രാവൽ ചെയ്തപ്പോഴൊന്നും നമുക്ക് ടിക്കറ്റ് കൺഫർമേഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രശ്നമുള്ളതുകൊണ്ട് ഞങ്ങൾ ശരിക്കും പ്ലാൻഡ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ട്രാവലറിലുള്ള 1-2 ഫ്രണ്ട്സുകൊണ്ട് നമ്മൾ പരിചയപ്പെട്ടപ്പോൾ അവർ പറഞ്ഞതെങ്ങനെ അറിയാമോ? നാട്ടിൽ ചുമ്മാ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഞങ്ങൾ നാളെ കാശ്മീർ പോവാണെന്ന് ചുമ്മാ പറഞ്ഞപ്പോഴത്തേക്കും നിന്നെ കൊണ്ടൊന്നും സാധിക്കുകയില്ല എന്ന് പറഞ്ഞത് കേട്ടിട്ട് രാത്രി വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാതെ കൈ കിട്ടി ജാക്കറ്റും ബാഗും എടുത്തിട്ട് രാത്രി തന്നെ ലോക്കൽ ട്രെയിനിൽ കയറി ടിക്കറ്റ് പോലും എടുക്കാണ്ട് ഡൽഹി വന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ കാശ്മീരിലേക്ക് പോകുന്ന ടീംസ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. കാരണം ഈ വന്നവരിൽ ഭൂരിഭാഗം ആളുകൾക്കും നെറ്റ്വർക്ക് ഇല്ലായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നെറ്റ്വർക്ക് ഓട്ടോമാറ്റിക് കട്ടായി. 1-2 പേർക്ക് മാത്രം പോസ്റ്റ് പെയ്ഡ് ഉള്ളത് കൊണ്ട് വർക്കിംഗ് ആയിരുന്നു. ഞങ്ങൾ ഏതായാലും ജമ്മു താവിയിൽ നിന്ന് സിം എടുത്തിട്ട് പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഈ കഥകളെല്ലാം തന്നെ നമ്മൾ കേട്ടത്. 1 മാസത്തെ പ്ലാനിങ് കൊണ്ട് പ്ലാൻ ചെയ്ത് ഇവിടെ വരെ എത്തി ഞങ്ങളെക്കാളും റിയൽ ഹീറോസ് ഒറ്റ രാത്രി കൊണ്ട് പ്ലാൻ ചെയ്ത് കാശ്മീരിൽ വന്നിട്ടുള്ള അവർ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. യാത്ര ചെയ്യാനായിട്ട് ഒരുപാട് ലക്ഷ്യങ്ങളൊന്നും വേണമെന്നില്ല. ഒരൊറ്റ ലക്ഷ്യം മാത്രം മതി. എവിടെ വേണമെങ്കിലും നമുക്ക് ചെല്ലാൻ പറ്റും. ജമ്മു കാശ്മീരിലെ ബാരാമുള്ള ജില്ലയിലാണ് ഗുൽമാർഗ് സ്ഥിതി ചെയ്യുന്നത്. ബാരാമുള്ളയിൽ നിന്ന് ഏതാണ്ട് 31 കിലോമീറ്ററും ശ്രീനഗറിൽ നിന്ന് ഏതാണ്ട് 56 കിലോമീറ്റർ ദൂരവും ഗുൽമാർഗിലേക്കുണ്ട്. 8694 അടി ഉയരത്തിലാണ് ഗുൽമർഗ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീനഗർ സിറ്റിയിൽ നിന്ന് ഏതാണ്ട് അല്പ ദൂരോളം ഞങ്ങൾ സഞ്ചരിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സിറ്റിയിൽ നിന്ന് മാറുന്നതനുസരിച്ച് അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ശരിക്കും കറക്റ്റായിട്ട് ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ നല്ല പേടിയുണ്ടായിരുന്നു. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗുൽമർഗിലേക്കുള്ള യാത്ര നല്ല രീതിയിൽ തടസ്സമാകും. വണ്ടി ഒരു രീതിയിലും കയറി പോവില്ല. കാരണം കംപ്ലീറ്റ് റോഡ് നിറയെ സ്നോ വീണ് കിടക്കുകയാണെന്നാണ് അറിയാൻ സാധിച്ചത്. മറ്റൊന്നുമല്ല, മഴ പെയ്ത് കഴിഞ്ഞാൽ തന്മാർഗ് മുതൽ അങ്ങോട്ട് പോകുന്ന ചെറിയ ബൊലേറോ പോലുള്ള വണ്ടികളിൽ ചെയിൻ വീലിൽ പിടിപ്പിച്ചിട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ പോക്കെല്ലാം മുടങ്ങും. ഈ യാത്രയെല്ലാം തന്നെ കുളമാവും. പിന്നെ ഈ ഒരു ദിവസം നമ്മൾ ഗുൽമാർഗ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ട് നമ്മൾ നിരാശയായിട്ട് മടങ്ങേണ്ട ഒരവസ്ഥ വരും. പക്ഷേ വണ്ടിക്കകത്ത് എല്ലാവരും നല്ല കമ്പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നുണ്ട്. അത്തരത്തിലുള്ള ടെൻഷനുകളൊന്നും തന്നെ ഞങ്ങളെ ബാധിച്ചില്ല. ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചു.
ശരിക്കും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് കേരളത്തിൽ നിന്ന് കാശ്മീരിലേക്ക് വന്ന് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു പോകുക എന്ന് പറയുമ്പോൾ ഇതുവരെ വന്നിട്ടില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കടമ്പയായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ ഒരു തവണ നോർത്ത് ഇന്ത്യയിലേക്ക് സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇത്രയൊക്കെ തന്നെയുള്ളൂ കാര്യം എന്നുള്ളത്. കാരണം നമുക്ക് അത്യാവശ്യം ട്രെയിൻ ടിക്കറ്റ് നല്ല രീതിയിൽ ലാഭിക്കാൻ പറ്റും. കാരണം ഒരു 1200 1300 ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഡൽഹി വരെ നമുക്ക് ഈസി ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റും. പിന്നീട് ഡൽഹിയിൽ നിന്ന് ഈ പറഞ്ഞ സ്പോട്ടുകളിലോട്ടൊന്നും വലിയ ദൂരമില്ല, വളരെ ചിലവ് ചുരുക്കി നമുക്ക് യാത്ര ചെയ്യാം. നമ്മൾ ഈ സ്പോട്ടിലെത്തുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്നുള്ള കണക്ക് കൂട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഏതാണ്ട് 2500 രൂപ അല്ലെങ്കിൽ ഒരു 3000 രൂപയോട് കൂടി നമ്മൾ ആ സ്പോട്ടിൽ വന്ന് ഒരു 2 ഡേയ്സ് തങ്ങി കഴിയുമ്പോൾ ഏതാണ്ട് അത്രയൊക്കെ തന്നെ ചിലവ് വരുള്ളൂ. അപ്പോൾ നമുക്ക് എടുക്കുന്ന എഫേർട്ട് മാത്രമായിരിക്കും നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. കാരണം ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട് കൃത്യമായ സമയത്ത് വണ്ടി കിട്ടിയെന്ന് വരില്ല, കൃത്യമായ സമയത്ത് ഉറങ്ങാൻ സാധിക്കില്ല. ഡെയിലി റുട്ടീൻ ലൈഫിൽ ജീവിക്കുന്നവർക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും യാത്ര എക്സ്പ്ലോർ ചെയ്യണമെന്ന് അല്ലെങ്കിൽ ട്രാവൽ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ടാസ്ക്കായിട്ട് തോന്നുന്നില്ല. കാരണം ആ ഒരു ബുദ്ധിമുട്ട് ആ ഒരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ സ്പോട്ടൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടു തീർക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കും, നാട്ടിൽ നിന്ന് ഒരു സാധാരണക്കാരനായ എന്നെ സംബന്ധിച്ചിടത്തോളം ജമ്മു കാശ്മീരിൽ വന്നിറങ്ങിയിട്ട് ശ്രീനഗറിൽ നിന്ന് ഗുൽമാർഗിലേക്കുള്ള യാത്രയിലുള്ള കംപ്ലീറ്റ് കാഴ്ചകളും പ്രധാനപ്പെട്ട കാഴ്ചകളെല്ലാം തന്നെ ഞാൻ വീഡിയോ ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളെ കാണിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചാലും ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെ ഉള്ളൂ. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഇവിടെയുള്ള ആളുകളുടെ ജീവിത രീതികൾ, അവരുടെ വസ്ത്രധാരണ രീതികൾ, അവരുടെ ഭക്ഷണ രീതി, സംസാര ഭാഷ, ഓരോ വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറുകൾ, ആചാരങ്ങൾ, ഇവയെല്ലാം നമുക്ക് നേരിട്ട് കാണണമെങ്കിൽ നമ്മൾ വണ്ടിക്കൂലി മുടക്കി ടിക്കറ്റ് എടുത്ത് കഷ്ടപ്പെട്ട് അവിടെ ചെന്നെങ്കിൽ മാത്രമാണ് നമുക്കിതൊക്കെ കാണാൻ സാധിക്കുള്ളൂ. ഈ യാത്രാ വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തിനെന്നാൽ ഓരോ വീഡിയോയും കണ്ടു തീരുമ്പോൾ നിങ്ങൾ വിചാരിക്കണം എനിക്കും അവിടെ പോകണം. ഈ ഒരു ആഗ്രഹം മനസ്സിൽ ഉദിച്ചാൽ മാത്രമാണ് ഇപ്പോൾ ഞാൻ എത്തിപ്പെട്ട പോലെ തന്നെ നിങ്ങൾക്കും പല സ്ഥലങ്ങളിലും ചെന്ന് കാണാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഏതാണ്ട് 40-49 കിലോമീറ്ററോളം സഞ്ചരിച്ച് ഞങ്ങൾ തന്മാർഗിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ട് ചെറിയ വണ്ടി പിടിച്ചിട്ട് ഇവിടുന്ന് ഗുൽമാർഗിലേക്ക് യാത്ര ചെയ്യും. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഞങ്ങളുടെ റൂമിൽ ഒരു ഫ്രണ്ടായിരുന്നു, അവൻ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിയുമ്പോൾ തന്നെ അങ്ങ് ദൂരെ നമുക്ക് ഗുൽമാർഗിൻ്റെ മലനിരകളിലെല്ലാം തന്നെ സ്നോ വീണ് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിൽ നമ്മൾ സഞ്ചരിച്ചിട്ട് ആദ്യമായിട്ടാണ് ശരിക്കും റിയൽ സ്നോ നമ്മൾ കൈകൊണ്ട് വാരിയെടുത്തെറിയാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. തന്മാർഗിൽ നിന്ന് നമുക്ക് ഷൂവും അതുപോലെ ജാക്കറ്റും കാര്യങ്ങളും എല്ലാം തന്നെ വാടകയ്ക്ക് കിട്ടും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റെൻറ്റ് എടുക്കാം. ഷൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നോയിൽ ചവിട്ടുമ്പോൾ തെന്നി വീഴാതിരിക്കാനായിട്ട് മുട്ടിൻ്റെ അവിടം വരെയുള്ള നീളമുള്ളൊരു ഷൂ ഉണ്ട്. അത് മസ്റ്റായിട്ട് നമ്മൾ വാങ്ങിച്ചിരിക്കണം. തന്മാർഗിൽ നിന്ന് ഞങ്ങളും ഷൂ ഒക്കെ കളക്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഏതാണ്ട് 100 രൂപ വാടക കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധനം കിട്ടും. നമ്മൾ ഇട്ടിരിക്കുന്ന ഷൂവിൻ്റെ പുറത്തേക്ക് കയറ്റി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തെന്നി വീഴാതെ നടക്കാൻ സാധിക്കും. നമ്മുടെ ഷൂ നനയാതെയൊക്കെ നമുക്ക് സേഫായിട്ട് നടക്കാൻ സാധിക്കും. അപ്പോൾ അത് മസ്റ്റായിട്ട് തന്മാർഗിൽ നിന്ന് വാങ്ങുക. അതിനുശേഷം ബൊലേറോ പോലുള്ള വണ്ടികളിലോട്ട് നമ്മൾ കയറുക. നമ്മൾ എത്ര പേരാണോ സഞ്ചരിക്കുന്നത് അതിലൊരാളുടെ ഷെയറും കാര്യങ്ങളും നമ്മൾ കൊടുക്കുക. കറക്റ്റായിട്ട് നമ്മളെ അവർ ഗുൽമാർഗിലെത്തിക്കും. ഇനി പോകുന്ന വഴിയിൽ നമ്മൾ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം മക്കളെ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അടുത്ത വീഡിയോ ചെയ്യാനും നമുക്ക് ഇൻസ്പിറേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങ് പോകാം. ബൂട്ടും ജാക്കറ്റും ഒക്കെ റെൻറ്റ് കൊടുക്കുന്ന ഷോപ്പിൽ കയറിയിട്ട് ബാർഗെയിൻ ചെയ്ത കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ലോക്കൽ ലാംഗ്വേജ് ഒക്കെ സംസാരിക്കാൻ അറിയാമെങ്കിൽ നമുക്ക് ബാർഗെയിൻ ചെയ്ത റേറ്റൊക്കെ കുറച്ച് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. കാശ്മീരിൽ ടൂറിസത്തിൻ്റെ പ്രാധാന്യം ഒന്ന് വേറെ തന്നെയാണ്. കാര്യം അവിടെയുള്ള ലോക്കൽ ആളുകൾക്ക് ജീവിക്കാൻ ഒരു വലിയ മാർഗം തന്നെയാണ്. തൊപ്പികളായും അതുപോലെ മറ്റ് സ്നാക്സ് ഐറ്റങ്ങളായും കാപ്പിയായിട്ടുമൊക്കെ ഒരുപാട് ആളുകൾ ഈ വരുന്ന സഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ട്. അവരും അതിൽ നിന്ന് നല്ലൊരു വരുമാനം ഒരു ദിവസം ഏതായാലും ബൂട്ടും കാര്യങ്ങളും എല്ലാം തന്നെ റെൻറ്റിനെടുത്തിട്ട് ഞങ്ങൾ വണ്ടിയിൽ കയറി യാത്ര തുടങ്ങി. ലാൻഡ്സ്കേപ്പ് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന കംപ്ലീറ്റ് ഹിൽ ഏരിയയാണ്. ഒരുപാട് മരങ്ങൾ, നല്ല ഭംഗിയുള്ള മരങ്ങൾ നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കശ്മീരിൽ കംപ്ലീറ്റ് ഉടനീളമുള്ള നമ്മൾ ജവാന്മാർ തോക്കുമേന്തി റെഡിയായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച. റോഡിൻ്റെ ഇരു സൈഡുകളിലുമായിട്ട് എന്തിനും തയ്യാറായിട്ട്
അവരുടെ ആ ഒരു ഓരോ സെക്കൻഡും വിലപ്പെട്ടത് എന്ന നിലയ്ക്ക് കണ്ണുകളെല്ലാം ഓരോ വണ്ടിയിലേക്കും അതിൽ പോകുന്ന പാസഞ്ചറിനെയും എല്ലാം ഒബ്സർവ് ചെയ്തുകൊണ്ട് അവർ മണിക്കൂറുകളോളം മഞ്ഞിൽ ജോലി ചെയ്യുന്നൊരു കാഴ്ച. ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ആ ഒരു മഞ്ഞിൽ അടിച്ചു പൊളിക്കാൻ 2 മണിക്കൂർ കിട്ടിയ സന്തോഷത്തിൽ പോകുന്ന ഞങ്ങൾ ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ തണുപ്പ് അസഹനീയമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മണിക്കൂറുകളോളം ജോലി ചെയ്യുന്ന ഇവരുടെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങളുടെ നാട്ടിലും റിട്ടയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡ്യൂട്ടിയിലിരിക്കുന്ന ജവാന്മാർ നാട്ടിൽ വരുമ്പോൾ അവർക്ക് വേണ്ടത്ര റെസ്പെക്റ്റ് കൊടുക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രിവിലേജ് കിട്ടേണ്ട ആ ഒരു കാറ്റഗറി ഇവർ തന്നെയാണ്. ഏതായാലും കാശ്മീരിൽ വന്നതിന് ശേഷം ഗുൽമർഗിലേക്ക് വണ്ടി തിരിച്ചതിന് ശേഷമാണ് ശരിക്കും ഞങ്ങൾക്കും ഒരു ആശ്വാസമായത്. ഇവിടെ വരെ വന്നിട്ട് സ്നോ ഉള്ള ലൊക്കേഷൻ കാണാതെ പോയി കഴിഞ്ഞാൽ ശരിക്കും നമുക്കൊരു നിരാശ ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എന്ന് കാശ്മീരിൽ വന്നാലും നിങ്ങൾ ഗുൽമർഗിലേക്ക് വെച്ച് പിടിച്ചോളൂ. അവിടെ എന്തായാലും ഇതുപോലത്തെ കാഴ്ചകൾ എപ്പോഴും ഉണ്ടാവും. നാട്ടിൽ 34 ഡിഗ്രി ചൂടുള്ള വേനൽക്കാലത്താണ് ഗുൽമർഗിൽ -ഡിഗ്രിയിൽ ഞങ്ങൾ അടിച്ച് പൊളിക്കണത്. ഏതായാലും ഞങ്ങൾ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് സ്നോഫോളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് വലിയ റിസ്ക് ഇല്ലാതെ നമുക്ക് ഈ ഒരു റൂട്ടിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് സ്നോഫോൾ വരുവാണെന്നുണ്ടെങ്കിൽ റോഡ് നിറയെ മഞ്ഞുണ്ടാകും. അപ്പോൾ വണ്ടി തെന്നാനും സ്കിഡാവാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്, അപകടങ്ങൾക്ക്. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നമ്മളുടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാശ്മീരി പയ്യനാണ്. അവരോട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സ്നോഫോൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ സ്നോഫോൾ കാണണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു കാഴ്ച കംപ്ലീറ്റ് ആവുള്ളൂ. ഏതായാലും നമ്മൾ ഇറങ്ങി തിരിച്ച വഴികളിലൊന്നും ഇന്നേ വരെ യാത്രയിൽ നമുക്ക് ഒരു മുടക്കങ്ങളും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരാഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് വെൽക്കം പോലെ സ്നോഫോൾ വരുന്നു. ഒരു രക്ഷയില്ലാത്ത ഫീലിംഗ്.